Hello everyone, this is Hani from JBox. ഞാൻ മിനിഞ്ഞാന്നൊരു ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിച്ച് വാസ് ഓൺ ട്രെയിനിങ് ടു ഫെയിലിയർ ആൻഡ് അതിൽ ഞാൻ RPE എന്ന് പറയുന്ന ഒരു വാക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ ടോപ്പിക് അതാണ് റേറ്റിംഗ് ഓഫ് പെർസീവ്ഡ് എക്സേർഷൻ അല്ലെങ്കിൽ RPE. ഞാൻ ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അവകാശപ്പെടുന്ന ഒരുപാട് പേർക്കും ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പോരെ എല്ലാം സെറ്റ്സിലും എല്ലാം എക്സസൈസസിലും എന്ന് ലാഘവത്തോടുകൂടെ പറയുന്ന ഒരുപാട് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസസിനും ഒരുപാട് കോച്ചസിനും ഈ വീഡിയോ നന്നായിട്ട് ഉപകാരപ്പെടും. ഡെഫിനറ്റായിട്ടും ഈ വീഡിയോ ഫുള്ളായി കാണുക. ഒരു ബിഗിനർ ആദ്യമായി ജിമ്മിൽ വന്ന് ഒരു 3-4 ആഴ്ചയാകുമ്പോൾ പരിചയപ്പെടുന്ന കുറച്ച് ടേംസാണ് സെറ്റ്സ്, റെപ്സ്, അതേമാതിരി വെയ്റ്റ്സ്. ബട്ട് മിക്ക ആളുകൾക്കും RPE അല്ലെങ്കിൽ റേറ്റിംഗ് ഓഫ് പെർസീവ്ഡ് എക്സേർഷൻ എന്താണെന്ന് അറിഞ്ഞൂടാ. ഈവൻ കോച്ചസിന് പോലും അറിഞ്ഞൂടാ. അറിയുമെങ്കിലും ക്ലയൻസിന് ആരും പറഞ്ഞു കൊടുക്കുന്നുമില്ല. സോ RPE അല്ലെങ്കിൽ റേറ്റിംഗ് ഓഫ് പെർസീവ്ഡ് എക്സേർഷൻ ഒരാൾ ഒരു സെറ്റ് എത്രത്തോളം ഹാർഡായി ട്രെയിൻ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ്, അതിൻ്റെ ഒരു മെഷറാണ്. RPE എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഫെയിലിയർ എന്താണ് എന്നുള്ളത് അറിയുന്നത് വളരെ അത്യാവശ്യമാണ്. ഒരാൾ ഏതെങ്കിലും ഒരു എക്സസൈസ് എടുത്തിട്ട് ആ സെറ്റിൽ അയാൾ ഫെയിലിയർ വരെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൺ വെച്ചിട്ട് അയാളുടെ കുടുംബത്തിൻ്റെയോ തലയിൽ വെച്ച് ഒരു റെപ്പും കൂടെ ആ സെറ്റിൽ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആ സെറ്റിൽ ഒരു റെപ്പ് പോലും ചെയ്യാൻ സാധിക്കരുത്. അതാണ് ട്രൂ ഫെയിലിയർ. ഈവൻ ഒരു $1 ബില്യൺ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആ ഒരു സെറ്റിൽ അയാൾക്ക് ഒരു റെപ്പ് പോലും ചെയ്യാൻ സാധിക്കരുത്. ഫെയിലിയർ വരെ എടുക്കുമ്പോൾ ലാസ്റ്റ് ഫ്യൂ റെപ്സ് ചെറിയ ടെക്നിക് ബ്രേക്ക് ഡൗൺസ് എന്തായാലും ഉണ്ടാവും. ബട്ട് നമ്മളൊരു പുതിയൊരു എക്സസൈസ് ഇൻവെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ടെക്നിക്ക് ബ്രേക്ക് ഡൗൺ ആവരുത്. വിത്ത് മിനിമൽ ടെക്നിക് ബ്രേക്ക് ഡൗൺ എന്തായാലും അയാൾക്ക് വേറൊരു എക്സ്ട്രാ റെപ്പ് ചെയ്യാൻ സാധിക്കരുത്. ഇതാണ് ട്രൂ ഫെയിലിയർ. മറ്റൊരു കാര്യം, ഫെയിലിയർ ഉണ്ടാകുന്നത് നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിലല്ല, മസിൽസിലാണ്. മിക്ക ആളുകളും ഒരു സെറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ മാറുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവരേതെങ്കിലും ബാഡാസ് മ്യൂസിക് കേൾക്കുന്നതുകൊണ്ടോ അവരുടെ മുഖം ചുവക്കുന്നതുകൊണ്ടോ ഫെയിലിയർ ആയി എന്നങ്ങോട്ട് സങ്കല്പിക്കുകയാണ്. എന്നോട് ലിറ്ററലി ഒരാൾ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഹാനി ഞാൻ ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്തു എന്ന് തോന്നുന്നു, ബിക്കോസ് എൻ്റെ സെറ്റ്സിൽ ലാസ്റ്റ് ഒരു റെപ്പ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കക്കൂസിലിരിക്കുന്ന മാതിരി തോന്നുന്നുണ്ട്, സോ ഞാൻ ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്തു എന്നുള്ളത്. അയാൾക്ക് തന്നെ ഞാനൊരു കേബിൾ ബൈസെപ്സ് കേൾസിൻ്റെ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നത് കാണിച്ചു കൊടുത്തു. ഈവൻ ഫെയിലിയർ വരെ അല്ലാതെ പോയത്. അത് കണ്ടിട്ട് അയാൾ പറഞ്ഞു, ഹാനി ഞാൻ ഇത്ര പോലും ഹാർഡായിട്ട് ആ സെറ്റ് അടിച്ചിട്ടില്ല എന്നുള്ളതാണ്. സോ ബിഗിനേഴ്സ്, ഈവൻ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരുപാട് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് ഫെയിലിയറിനെ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഫെയിലിയർ ആണ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ആ സെറ്റിൽ ഒരുപാട് റെപ്സും കൂടെ എക്സ്ട്രാ അവർക്ക് അടിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളത്. ബിഗിനേഴ്സ് ഈവൻ 5 റെപ്സ് വരെ ഫെയിലിയറിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന റിസർച്ചസ് ഉണ്ട്. അതായത് ഫെയിലിയർ ആണ് എന്നും പറഞ്ഞിട്ട് അവർ നിർത്തുന്ന സെറ്റ്സിൽ അവർക്ക് 5 റെപ്സും കൂടെ എക്സ്ട്രാ അടിക്കാമായിരുന്നു എന്ന് റിസർച്ചസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ കമ്മിങ് ബാക്ക് ടു RPE അല്ലെങ്കിൽ റേറ്റിംഗ് ഓഫ് പെർസീവ്ഡ് എക്സേർഷൻ, ഇത് 1 തൊട്ട് 10 വരെ ഉള്ള ഒരു മാർക്കിംഗ് സിസ്റ്റമാണ്. നമ്മൾ എത്രത്തോളം ഹാർഡായിട്ട് ഒരു സെറ്റിനെ ട്രെയിൻ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു മാർക്കിംഗ് സിസ്റ്റമാണ്. അതായത് ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഹോട്ടലിൽ ചെന്ന് ഒരു നല്ല ചിക്കൻ ദം ബിരിയാണി കഴിച്ചു എന്ന് വിചാരിക്കുക. ആ ഹോട്ടലിലെ ആംബിയൻസ് സൂപ്പറാണ്, നല്ല കസ്റ്റമർ സർവീസാണ്, അതേപോലെ നല്ല ടേസ്റ്റാണ് ചിക്കൻ ദം ബിരിയാണിക്കെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആ ചിക്കൻ ദം ബിരിയാണിക്ക് 10ൽ 10 മാർക്ക് ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. അതേപോലെ എനിക്ക് അഥവാ ആ ബിരിയാണി അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 5ഓ 6ഓ മാർക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുക. ഈ ബിരിയാണി എനിക്ക് ഒട്ടും ഇഷ്ടമായില്ലെങ്കിൽ 0.5ഓ മേ ബി 1ഓ മാർക്ക് ഇട്ട് കൊടുക്കും. ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കാറില്ലേ? അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം ഹാർഡായിട്ടാണ് ഒരു എക്സസൈസിനെ ട്രെയിൻ ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു മാർക്കിംഗ് സിസ്റ്റമാണ് RPE. വിച്ച് മീൻസ് ഞാൻ ഫെയിലിയർ വരെ ഒരു സെറ്റ് ചെയ്തെങ്കിൽ അതിനർത്ഥം എൻ്റെ RPE 10 ആണെന്നാണ്. എനിക്ക് ഒരു റെപ്പ് പോലും എക്സ്ട്രാ എടുക്കാൻ പറ്റില്ലായിരുന്നു. RPE 9 വരെ ട്രെയിൻ ചെയ്തെങ്കിൽ എനിക്ക് ഒരു റെപ്പും കൂടെ എക്സ്ട്രാ എടുക്കാമായിരുന്നു, ബട്ട് ഞാൻ ആ സെറ്റ് അവിടെ വെച്ച് നിർത്തി. RPE 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 റെപ്പ് എക്സ്ട്രാ എടുക്കാമായിരുന്നു. RPE 7 എന്ന് പറഞ്ഞാൽ എനിക്ക് 3 റെപ്സ് എക്സ്ട്രാ എടുക്കാമായിരുന്നു. RPE 6 എന്ന് പറഞ്ഞാൽ എനിക്ക് 4 റെപ്പ് എക്സ്ട്രാ എടുക്കാമായിരുന്നു. 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 5 റെപ്സ് എക്സ്ട്രാ എടുക്കാമായിരുന്നു. സോ ഓൺ ആൻഡ് സോ ഫോർത്ത്. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ. ഞാൻ പുഷപ്സ് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കുക. ഞാൻ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും എനിക്ക് 55 റെപ്സ് മാത്രമേ പുഷപ്സ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. ഞാൻ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും 56ാമത് ഒരു റെപ്പ് എനിക്ക് എടുക്കാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുക. ഇതിനർത്ഥം ഞാൻ 50 പുഷപ്സ് ചെയ്തിട്ട് നിർത്തിക്കഴിഞ്ഞാൽ അതിനർത്ഥം എൻ്റെ RPE 5 ആണ് എന്നാണ്. ബിക്കോസ് എനിക്ക് 5 റെപ്സും കൂടെ എക്സ്ട്രാ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഞാൻ 51 റെപ്സ് ചെയ്തിരുന്നെങ്കിൽ അതിനർത്ഥം RPE 6 ആണ്. എനിക്ക് 4 റെപ്സ് കൂടെ എക്സ്ട്രാ ചെയ്യാമായിരുന്നു, ബട്ട് ഞാൻ ആ സെറ്റ് അവിടെ നിർത്തി. 52 റെപ്സ് ചെയ്തെങ്കിൽ അതിനർത്ഥം എൻ്റെ RPE 7 ആണ്. എനിക്ക് 3 കൂടെ എക്സ്ട്രാ ചെയ്യാമായിരുന്നു. RPE 8 ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ 53 റെപ്സ് ചെയ്യണം. എനിക്ക് 2 റെപ്സ് കൂടെ എക്സ്ട്രാ ചെയ്യാമായിരുന്നു, ബട്ട് ഞാൻ അവിടെ ആ സെറ്റ് നിർത്തി. ഞാൻ 54 റെപ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം അത് RPE 9 ആയി. എനിക്ക് ഒരു റെപ്പും കൂടെ അത് ചെയ്യാൻ പറ്റുള്ളൂ, ബട്ട് സെറ്റ് വളരെ 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 ടഫായി. ആൻഡ് RPE 10 എന്ന് പറഞ്ഞാൽ ഞാൻ ഫെയിലിയറായി 55 റെപ്സ് അടിച്ചു. ഇനി അടുത്തതായിട്ട് എനിക്ക് ഒരു റെപ്പ് പോലും അടിക്കാൻ സാധിക്കില്ല.
ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RP6 7 8 9 അത്ര മോശമായിട്ടുള്ള RP ഒന്നുമല്ല. ഈവൻ RP8 RP7 ഒക്കെ വളരെ ഹാർഡായിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ്. എല്ലാവരും എല്ലാ സെറ്റ്സിലും RP10 വരെ പോകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ബിക്കോസ് അങ്ങനെ എല്ലാ സെറ്റ്സിലും എല്ലാ എക്സസൈസസിലും നിങ്ങൾ ഫെയിലിയർ വരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്കവറി ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്കോളജിക്കൽ ബേൺ ഔട്ട്സോ മേ ബി ഇവന് ഒരുപാട് ഇഞ്ചുറീസ് വരെ സംഭവിക്കാം. മിക്ക ആളുകളും വിചാരിക്കുന്നതിനേക്കാളും എത്രയോ ടഫാണ് RP10 അല്ലെങ്കിൽ ഈ ഫെയിലിയർ എന്ന് പറയുന്നത്. ഇൻഫാക്ട് നമ്മളൊരു ഇൻ്റലിജൻറ്റ് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ സെറ്റ്സും എല്ലാ എക്സസൈസസും നമ്മൾ RP10 വരെ പ്രോഗ്രാം ചെയ്യരുത്. അതേപോലെ വെയ്റ്റ് ലിഫ്റ്റേഴ്സും പവർ ലിഫ്റ്റേഴ്സും എല്ലാ സെറ്റ്സിലും RP10 വരെ പോയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ഈവൻ ബാർബെൽ റോസോ ഓവർ ഹെഡ് പ്രസ്സോ ലഞ്ചസോ പോലെയുള്ള ഹൈലി ഫെറ്റിങ്ങിങ് ആയിട്ടുള്ള എക്സസൈസസിൽ എല്ലാ സെറ്റ്സിലും ഫെയിലിയർ വരെ പോകേണ്ട ഒരാവശ്യമില്ല. ഞാൻ കൂടുതൽ ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്യുന്നത് ഐസൊലേഷൻ എക്സസൈസസിലാണ്. ലൈക്ക് ബൈസെപ്സ് കേൾസിനോ വല്ല ട്രൈസെപ്പ് എക്സസൈസസിനോ അല്ലെങ്കിൽ വല്ല ലാറ്ററൽ ഡെൽസിനോ അല്ലെങ്കിൽ റിയർ ഡെൽസിനോ ഒക്കെ ട്രെയിൻ ചെയ്യുന്നതിനാണ് കൂടുതൽ ഞാൻ ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്യാറ്. അതേപോലെ നിങ്ങളൊരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് സെറ്റിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസൊലേഷൻ എക്സസൈസ് ആണെങ്കിൽ ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്യാം. ഐസൊലേഷൻ എക്സസൈസസ് പോലും എല്ലാ സെറ്റ്സിലും എല്ലാ എക്സസൈസസിലും ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്യേണ്ട നിർബന്ധമില്ല. അതുപോലെ തന്നെ മെഷീൻ ബേസ്ഡ് ആയിട്ടുള്ള എക്സസൈസസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ RP10 വരെ ട്രെയിൻ ചെയ്യാവുന്നതാണ്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോഗ്രാം ചെയ്യാം. ഒരാഴ്ച RP8, അടുത്ത ആഴ്ച RP9, അതിൻ്റെ അടുത്ത ആഴ്ച ഫെയിലിയർ വരെ അങ്ങനെ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്ത് സൈക്കിൾ ചെയ്യാവുന്നതാണ്. ലൈക്ക് പവർ ലിഫ്റ്റേഴ്സ്. സോ ഓൺ ദ ഹോൾ ഞാൻ ഫെയിലിയർ വരെയാണ് ട്രെയിൻ ചെയ്യുന്നതെന്ന് പറയുന്ന 95% ആളുകളും ഫെയിലിയർ വരെ അല്ല ശരിക്കും ട്രെയിൻ ചെയ്യുന്നത്. RP8 ഈവൻ RP7 ട്രെയിൻ ചെയ്യുന്നത് വളരെ ടഫായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. റിസർച്ച് പറയുന്നത് നമുക്ക് എല്ലാ സെറ്റ്സും RP10 വരെ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. RP7 RP8 RP9 വരെ ട്രെയിൻ ചെയ്താൽ മാത്രം മതി എന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. മിക്ക കേസസിലും എല്ലാ സെറ്റ്സിലും RP10 വരെ ട്രെയിൻ ചെയ്യുന്നത് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് റിക്കവറി ഇഷ്യൂസും ഒരുപാട് നെഗറ്റീവ്സും ഉള്ള കാര്യം തന്നെയാണ് എല്ലാ സെറ്റ്സിലും ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്യുന്നത്. ചില സമയങ്ങളിൽ ചില സെറ്റ്സിൽ നമുക്ക് ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്തു എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഫെയിലിയർ എന്നുള്ള ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെയിലിയർ വരെ ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ ചെയ്യുന്നത് നല്ലതാണ്. ബട്ട് ഡോണ്ട് ഓവർ ഡു ഇറ്റ്. ഇൻഫാക്ട് ബെൻസ് എവിഡൻസ് ബേസ്ഡ് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും പ്രോഗ്രസ് ചെയ്യില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ എപ്പോഴും ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ ദ ടൈം ഐ ഗോട്ട് ടുഡേ. നിങ്ങൾക്ക് RP എന്താണെന്നും ഫെയിലിയർ എന്താണെന്നും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഥവാ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് കമൻറ്റും കൂടെ ചെയ്യുക. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഹിറ്റ് ദ നോട്ടിഫിക്കേഷൻ ബെൽ. അൺടിൽ നെക്സ്റ്റ് ടൈം, പീസ്.